ഒരു പ്രകൃതി ഭംഗി ഇപ്പോൾ പാലക്കാടൻ ഗ്രാമങ്ങളിൽ വെച്ചിട്ടാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള വളരെ പ്ലസന്റ് ആയിട്ടുള്ള സിനിമയായിരിക്കും സ്നേഹവീട്. മോഹൻലാലിന്റെ 300ാമത് ചിത്രം കൂടിയാണ് സ്നേഹവീട്. ആരാധകർക്ക് അത് ഇരട്ടി പ്രതീക്ഷ നൽകും. സ്വാഭാവികമായും ചിത്രീകരണ സമയത്ത് അത് മനസ്സിലുണ്ടായിരുന്നു. ഇല്ല, 300ാമത്തെ സിനിമയാണെന്നുള്ളത് ഞാനും മോഹൻലാലും തിരിച്ചറിയുന്നത് തന്നെ ഷൂട്ടിംഗ് തീരാറാവുന്ന ദിവസങ്ങളിലാണ്. അല്ലെങ്കിലും സിനിമ 300 ആയാലും 400 ആയാലും 301 ആയാലും സിനിമ നന്നാവുക എന്നുള്ളതാണല്ലോ പ്രധാനം. പിന്നീട് അതിന്റെ ഒരു പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് അതൊരു ആക്കം കൂട്ടുന്നുണ്ടാവാം. പക്ഷെ എനിക്കതിലൊരു സന്തോഷമുള്ളത് മോഹൻലാലിന്റെ 100ാമത്തെ സിനിമയും ഞങ്ങൾ അറിയാതെ തന്നെ എന്റെ സിനിമയിലായിരുന്നു. പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്നുള്ള സിനിമയിലായിരുന്നു. ഇപ്പൊ 300ാമത്തെ സിനിമയും എന്റെ കൂടെ ആയത് ഒരു നിമിത്തം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ എന്നുള്ള മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രൊഡ്യൂസറുടെയും കൂടി ഒരു സിനിമയാണിത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് 300ാമത്തെ സിനിമ എന്റെ കൂടെയായി. അത് സ്നേഹവീട് തന്നെയാണ് എന്നുള്ളത്. എന്താണ് നാളെ തിയേറ്ററുകളിലേക്ക് വരുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? അവർക്ക് വേണ്ടി സ്നേഹവീടിന്റെ ഒരു കഥാ ചുരുക്കം ഇപ്പോൾ എന്ത് പറയാം? അല്ല, നാളെ തൊട്ട് തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ എന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ചാനലിലൂടെ എന്റെ സിനിമ മഹത്തരമാണ്, നിങ്ങളെല്ലാവരും വന്ന് കാണണമെന്ന് പറഞ്ഞാലൊന്നും ആരും ഇക്കാലത്ത് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഓഡിയൻസിന് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. കാര്യം ഞാൻ അവരെ നിരാശപ്പെടുത്തില്ല എന്നൊരു തോന്നലുണ്ടാവും. ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം എനിക്കും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ തിയേറ്ററിലെത്തുന്ന ഓഡിയൻസിന് അവർ പ്രതീക്ഷിക്കുന്ന, അവർ ആഗ്രഹിക്കുന്നതിന് ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും നമുക്കറിയാം, കുറെ നാളുകളായിട്ട് മോഹൻലാൽ വീണ്ടും ഗ്രാമത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ലാലിനോട് തന്നെ പറയാറുണ്ട്, ലാലിനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത് മോഹൻലാലിന്റെ കഥാപാത്രം ജീവിതത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോഴാണ്. എന്റെ തന്നെ സന്മനസ്സുള്ള സമാധാനത്തിന്റെയും അല്ലെങ്കിൽ വരവേൽപ്പിന്റെയും നാടോടിക്കാറ്റിന്റെയും ഒക്കെ ഒരു പാറ്റേണിലാണ്, ആ ഒരു വഴിത്താരയിലാണ് സ്നേഹവീടിൽ അജയൻ എന്നുള്ള കഥാപാത്രം നിൽക്കുന്നത്. ഞാൻ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ലാലിനോട് പറഞ്ഞു, ലാല് പാടത്തെ വരമ്പിലൂടെ മുണ്ട് മുളച്ചു വെച്ച് നടന്നിട്ട് കാലത്രയായി. ഒരു ബൈക്കില് ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരന്റെ ഭാവങ്ങളിലൂടെ ലാല് നടന്നിട്ട് കാലത്രയായി. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ലാല് മാത്രമല്ല, വളരെ ഓഡിയൻസിന് വളരെ കൂടുതൽ ഇഷ്ടം തോന്നാം നമുക്ക് അടുത്തറിയാവുന്ന ഗ്രാമ കഥാപാത്രം. ഗ്രാമത്തിൽ പണ്ട് നമ്മുടെ ശങ്കരാചേട്ടനും മുടിവിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഇന്നസെന്റ് ചെയ്യുന്ന കരിങ്കണ്ണൻ മത്തായി എന്ന് പറയുന്ന മത്തായി ചേട്ടൻ, കലിംഗ ശശിയുടെ ഒരു മാരാര്, ചെമ്പിൽ അശോകന്റെ ഒരു ചെത്തുകാരൻ, അങ്ങനെ ഒരുപാട് നാടൻ കഥാപാത്രങ്ങളുണ്ട്. കൂടെ മനസ്സിനക്കരയ്ക്ക് ശേഷം ഷീല ചേച്ചി വളരെ ശക്തമായ ഒരു കഥാപാത്രത്തിലൂടെ കടന്നു വരുന്നു. ഞാൻ അന്ന് മനസ്സിനക്കര കഴിഞ്ഞപ്പോൾ ഷീല ചേച്ചിയോട് പറഞ്ഞിരുന്നു, കൊച്ചു ദേശീയയുടെ അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊപ്പമെങ്കിലും നിൽക്കുന്ന ഒരു കഥാപാത്രം വരുമ്പോൾ മാത്രമേ ഞാൻ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുള്ളൂ ഇനി എന്ന് പറഞ്ഞിരുന്നു. ഈ സിനിമയുടെ കഥ രൂപപ്പെട്ടപ്പോൾ തന്നെ അമ്മുക്കുട്ടിയമ്മയും അജയന്റെ ഒരു ലോകവും, ഇപ്പൊ ബിജു മേനോനുണ്ട് സിനിമയിൽ, പത്മപ്രിയുണ്ട്. എങ്കിലും ഇവർ രണ്ടുപേരിലൂടെയും ഒരു പുതിയ 16 വയസ്സുകാരൻ്റെ ഒരു കൗമാരക്കാരുണ്ട്. ആ കുട്ടിയെ പറ്റി രാഹുൽ പിള്ള എന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരു പുതിയ നടനാണ്. ഇപ്പോ ഇന്ന് വരയ്ക്കും രാഹുൽ പിള്ളയെ നമ്മളാരും അധികം അറിയണമെന്നില്ല. പക്ഷെ നാളെ മുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായി തീരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ്, ഒരു നടനാണ് രാഹുൽ പിള്ള. അപ്പൊ ഇവരൊക്കെ എല്ലാം ഒരു കോമ്പിനേഷൻ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷം, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ട് എനിക്ക്. പ്രത്യേകിച്ച് കോമ്പിനേഷനെ കുറിച്ച് പറയുമ്പോൾ ഷീലയും മോഹൻലാലും അമ്മ മകൻ വേഷത്തിലെത്തുമ്പോൾ ആ ഒരു പ്രതീക്ഷ വലുതാണ്. അതേക്കുറിച്ച് എന്ത് പറയാം? ഞാനെപ്പോഴും ഈ രസകരമായ കോമ്പിനേഷൻസ് പരീക്ഷിക്കാൻ ആഗ്രഹമുള്ള താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ പണ്ട് അറിയാലോ, അച്ചുവിന്റെ അമ്മ എന്നുള്ള സിനിമയിൽ ഉർവശിയും മീര ജാസ്മിനായിരുന്നു. അതുപോലെ രസതന്ത്രം എന്നുള്ള സിനിമയിൽ മോഹൻലാലും മീര ജാസ്മിനായിരുന്നു. അതുപോലെ മറ്റൊരു കോമ്പിനേഷനാണ് ഷീലയും മോഹൻലാലും. അതായത് സത്യൻ നസീർ കാലം മുതൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിരുന്ന, നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു മലയാളത്തിന്റെ അഭിമാനിക്കാവുന്ന ഒരു നടിയും ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയൊരു നടനും. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു ഫ്രെയിമിൽ വന്നിട്ടുള്ള ഒരു അഭിനയം മലയാളി കണ്ടിട്ടില്ല. അപ്പം അവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ചെയ്യാൻ സാധിക്കുന്ന, മത്സരിച്ച് ചെയ്യാൻ സാധിക്കുന്ന സീനുകൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനമായ കാര്യമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ എന്നെ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും കൊതിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിലിപ്പോ നമുക്ക് സിനിമ കാണാൻ നാളെ പോകുന്നില്ലെങ്കിലും അതിലെ പല സീനുകളും നമുക്ക് കണ്ടറിയാം. ഈ ലാലും മമ്മയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരുപാട് കാലം കേരളത്തിൽ നിന്ന് വിട്ടുനിന്ന ഒരു വ്യക്തി നാട്ടിലേക്ക് വന്നിട്ട്, നമുക്കറിയാലോ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരെക്കാൾ കൂടുതൽ
കേരളത്തിനോട് സ്നേഹം തോന്നുക കുറച്ചു കാലം കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കാണ്. അപ്പോൾ അജയൻ എന്ന് പറയുന്ന കഥാപാത്രം കുറച്ചു കാലം കേരളത്തിൽ നിന്ന് മാറിയെന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നാട്ടിൽ വന്നിട്ട് പൂർവാധികം സ്നേഹത്തോടെ കേരളത്തിനെയും ഗ്രാമത്തിനെയും അമ്മയും ഒക്കെ സ്നേഹിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു അവകാശവാദവുമായിട്ടൊരു പയ്യൻ കടന്നു വരുന്നിടത്തുനിന്നാണ് കഥ ആരംഭിക്കുന്നത്. അതിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലൊരു രസകരമായ പ്രശ്നം എന്ന് പറയുന്നത്, മോഹൻലാലിന്റെ നിഷ്കളങ്കതയും പക്ഷെ എങ്കിലും പെട്ടുപോകുന്ന ചില അവസ്ഥകൾ. മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ എന്നെ ചിരിപ്പിച്ചിട്ടുള്ള രംഗങ്ങൾ പലപ്പോഴും ലാല് ചില അബദ്ധങ്ങളിൽ പെട്ടുപോകുന്ന അവസ്ഥകളാണ്. ലാലിന്റെ ചമ്മലും ലാലിന്റെ ഗതികേടും ഒക്കെയാണ്. അപ്പൊ കിലുക്കത്തിലൊക്കെ നമ്മളത് ധാരാളം കണ്ടിട്ടുള്ള അത്തരം ഒരു കഥാസന്ദർഭമാണ് ഇതിന്റെ ഒരു രസച്ചരട് തീർക്കുന്നത്. ചിത്രത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പേര് വന്നത്. സ്നേഹവീട് എന്നുള്ള പേര് എത്രത്തോളം ചിത്രത്തിന്, താങ്കൾ തന്നെയാണ് തിരക്കഥാകൃത്ത്, അതുകൊണ്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു സ്നേഹവീട് എന്ന പേര്? നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഞാനൊരു കഥയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ സമയം പേരിനും എടുക്കാറുള്ളതാണ്. ഏത് പേര് വന്നാലും വിചാരിക്കുന്നത് ഇതിനേക്കാൾ നല്ലൊരു പേര് കിട്ടട്ടെ എന്ന് വെച്ചാൽ അവസാന നിമിഷം വരെ ഓരോ ആലോചനകളിലും ഞാൻ ഒരുപാട് പേരുകൾ ആലോചിച്ചിട്ടാണ് ഒരു പേരിലേക്ക് എത്തുന്നത്. ഈ പേര് ഈ സിനിമയായിട്ട് വളരെ കൂടുതൽ ചേർന്ന് നിൽക്കുമെന്ന് ഇതിന്റെ അവസാന ഫ്രെയിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാര്യം സ്നേഹം തേടിയുള്ള ഒരു ചെറിയ പയ്യന്റെ വരവാണ് ഒരു വീട്ടിലേക്ക്. ആ നിലയ്ക്ക് സ്നേഹവീട് വളരെ അർത്ഥപൂർണമാണ്. സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ് ഇതിന്റെ അന്തരീക്ഷം. അതുപോലെ തന്നെ സ്നേഹപൂർവ്വം വളരെ സന്തോഷപൂർവ്വം പ്രേക്ഷകർക്ക്, കുടുംബങ്ങൾക്ക്, വീട്ടുകാർക്ക് ഒന്നിച്ചിരുന്ന് കാണാവുന്ന സിനിമയാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ വെച്ചിട്ടുകൊണ്ടാണ് ഒരു പേര് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ അതിനോടൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ ശ്രദ്ധ ആകർഷിക്കണം. ഒരിക്കലും ദുരൂഹത ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെയാണ് ഞാൻ ഒരു പേരിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഈ കഥയോട് വളരെ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് സ്നേഹവീട്. പുതിയ ചിത്രത്തിലും ഒപ്പം ഇളയരാജയുടെ പാട്ടുകളുണ്ട്, വേണുവിന്റെ ക്യാമറയാണ്. സ്നേഹവീടിനെ അതൊക്കെ എത്രത്തോളം സുന്ദരമാക്കുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ സംവിധായകന് വിലയിരുത്താനുള്ളത്? പാട്ടുകള് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇളയരാജ സാറിന്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ സിനിമയിൽ പ്രത്യേകിച്ചും ഇളയരാജയുടെ വളരെ മാജിക്കൽ മെലഡി ഉണ്ടെന്നാണ്. ഇപ്പൊ ഇതിനോടകം തന്നെ ഇപ്പൊ മനോരമ മ്യൂസിക്കാണ് ഇതിന്റെ പാട്ടുകൾ ഇറക്കിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ആളുകൾ ഈ പാട്ടുകളിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള. പ്രത്യേകിച്ചും ശ്രേയാ ഘോഷാലിന്റെ ആവണിത്തുമ്പി എന്നുള്ള പാട്ട്, ഹരിഹരൻ പാടിയ അമൃതമായി അഭയമായി എന്ന് പറയുന്ന പാട്ട്, റഫീഖ് അഹമ്മദാണ് വരികളൊക്കെ എഴുതിയിരിക്കുന്നത്. വളരെ സാഹിത്യ ഗുണമുള്ള വരികളും ഇളയരാജ വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹത്തിന്റെ എല്ലാ ഊർജവും സംഭരിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ട്യൂണുകളാണ്. എനിക്ക് തോന്നുന്നു സിനിമയുടെ വളരെ ഹൈലൈറ്റ് ആയിരിക്കും ഇതിന്റെ പാട്ടുകൾ. അതോടൊപ്പം തന്നെ ഈ വേണുവിന്റെ ക്യാമറ. ഞാൻ ഈ കഥ ആലോചിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന കേരളത്തിന്റെ നമ്മളധികം കാണാത്ത ഗ്രാമദൃശ്യങ്ങളാണ്. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ വായിച്ചിട്ടുള്ളത് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ എന്റെ മനസ്സിൽ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പാലക്കാടൻ ഗ്രാമങ്ങളിലേക്ക് വടവന്നൂരും കൊല്ലംകോടും ഒക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൂരെ ഉയർന്നു നിൽക്കുന്ന കരിമ്പനകളും വിശാലമായ പാടങ്ങളും കണ്ട് ഇപ്പോൾ റീറെക്കോർഡിംഗ് സമയത്ത് മദ്രാസിലെ മ്യൂസീഷ്യൻസ് എന്റെ അടുത്ത് ചോദിച്ചു, കേരളം ഇത്രയ്ക്കും സുന്ദരമാണോ? അത് എന്റെ മാത്രം കഴിവല്ല, അത് വേണുവിന്റെ ഒരു ഛായാഗ്രഹണ കൗശലം കൂടിയാണ്. കേരളത്തിന്റെ പ്രകൃതി ഭംഗി വളരെ പൂർണ്ണമായിട്ട് ഈ സിനിമയിൽ ആവിഷ്കരിക്കാൻ സാധിച്ചു എന്നുള്ളത്. നാളെ പ്രേക്ഷകർ ചിത്രം കാണുമ്പോൾ അന്തിക്കാട്ടെ ഒരു വീടായി തന്നെ സംവിധായകൻ സങ്കല്പിച്ച ചിത്രം പ്രേക്ഷകനും അത് ചേർത്ത് വയ്ക്കുമെന്ന് ഉറപ്പാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നത് എന്റെ 51ാമത്തെ സിനിമയാണ്. ഞാനിപ്പോ എന്റെ സുഹൃത്തുക്കളോട് പറയായിരുന്നു, കുറുക്കന്റെ കല്യാണം എന്നുള്ള സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസമുള്ള അതേ ഒരു മനസ്സ് തന്നെയാണ് എനിക്ക് ഇപ്പോഴുള്ളത്. കാരണം ഈ കഴിഞ്ഞ വിജയങ്ങളെല്ലാം ആ സിനിമകളുടെ മാത്രമായ വിജയമാണ്. ഈ സിനിമ നന്നാവുകയും ഈ സിനിമ പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് അത് ഇതിന്റെ ഒരു നേട്ടമായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയും അതിന്റെ ഒരു ത്രില്ലും അതിന്റെ ഒരു എല്ലാ പേടിയും ഒക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. വളരെ നന്ദി ശ്രീ സത്യൻ അന്തിക്കാട്. സ്നേഹവീട് പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ, സ്നേഹവീട്ടിലേക്ക് പ്രേക്ഷകർ വരട്ടെ. എല്ലാ ആശംസകളും സകലകലയും നേരുന്നു. വളരെ നന്ദി.